ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു സോണാലി വ്ളോഗ്സ്. ഇപ്പം അസകുസ ഭാഷയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്, ടോക്കിയോയിൽ. അവിടുന്ന് നമ്മളിന്ന് മൗണ്ട് ഫുജിയാണ് ഇന്നത്തെ പ്ലാൻ. ഞങ്ങൾ 2 ഡേ കഴിഞ്ഞിട്ടാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ അന്നത്തെ വെതർ നോക്കിയപ്പം ക്ലൗഡി ആയിട്ടുള്ളത് കൊണ്ട് മൗണ്ട് ഫുജി ചിലപ്പോൾ കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 2 ദിവസം മുൻപേ പ്ലാൻ ചെയ്ത് അങ്ങനെ ഇറങ്ങി. അപ്പം അസകുസ ഭാഷയിൽ നിന്ന് നമ്മൾ ഷിൻജുക്കു പോകണം. ഷിൻജുക്കു എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് വേണം നമ്മൾ അവിടുന്ന് മൗണ്ട് ഫുജിയുടെ ഏതൊക്കെ ഭാഗത്തുനിന്ന് നമുക്ക് മൗണ്ട് ഫുജി കാണാം എന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്യാൻ. അപ്പം 5 ലേക്ക് അതുവഴി അത് നോർത്തും സൗത്തും ആയിട്ടാണുള്ളത്. അപ്പോൾ അതിൽ കൂടി അവിടെ വെച്ചാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് കവാഗുച്ചിക്കോ എന്ന് പറഞ്ഞ ലേക്കിൽ പോകാനാണ് ഇതുവരെയുള്ള പ്ലാൻ. അങ്ങനെ ഞങ്ങൾ അസകുസ ഭാഷയിൽ നിന്ന് ഷിൻജുക്കുവിലേക്ക് ട്രെയിൻ കയറാനായിട്ട് പോവാണ്. അപ്പം നമ്മൾ ഷിൻജുക്കുവിലെത്തി. ഷിൻജുക്കുവിൽ ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി അവിടുത്തെ ബസ് സ്റ്റേഷനിലോട്ട് വന്നു. കാരണം മൗണ്ട് ഫുജി കാണാൻ പോകുന്ന എല്ലായിടത്തേക്കുമുള്ള ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ അങ്ങോട്ട്. അപ്പം ബസ്സിലുള്ള പാക്കേജസ് എങ്ങനെയാണെന്ന് ഒക്കെ ഇൻഫർമേഷൻ ഡെസ്ക് ഉണ്ട്. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ അന്വേഷിക്കാമെന്ന് വിചാരിച്ചു. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ വന്നിറങ്ങിയ ആ സമയത്ത് ഉണ്ടായിരുന്ന ആ ബസ്സിലെല്ലാം ബുക്കായി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിപ്പോൾ 10:30 ആണ്. ഇപ്പോൾ 12:30ക്കാണ് അടുത്ത ഒരു ബസ് ഉള്ളത്, ബുക്കിംഗ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം അതൊരു പാക്കേജാണ്. അങ്ങനെ 12:30ക്ക് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. ഞങ്ങളപ്പോൾ ഷിൻജുക്കുവിൽ ചെറുതായി ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് പിങ്ക് കളർ തൊപ്പിയൊക്കെ വെച്ച് ഒരു കൂട്ടം കുഞ്ഞുങ്ങൾ ഒരു രസകരമായ കാഴ്ച കണ്ടു. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തപ്പം കുഞ്ഞിനും കൂടെ എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ ഒരു പാക്കേജായിട്ട് 5000 yen ആയിരുന്നു കവാഗുച്ചിക്കോ ടിക്കറ്റ് ഉണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് നേരം എന്തായാലും ഉണ്ട്, ഒരു 2 hours. അപ്പം ഷിൻജുക്കുവിൽ എന്തെങ്കിലും ഒന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഷിൻജുക്കു ഒരു വലിയൊരു സിറ്റിയാണ്. അവിടെയും കുറച്ച് ബിസി ക്രൗഡഡ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. അതുകൊണ്ട് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒന്ന് ഈ ക്യാറ്റ് ബിൽ ബോർഡാണ്. വലിയ സ്ക്രീനുകൾ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. എപ്പോഴും ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. ഞങ്ങൾ രാവിലെ സമയം ആയതുകൊണ്ട് കുറച്ച് കുറവായിരുന്നു. ഈ സ്ക്രീനിൽ എൻ്റെ ഫോണിൽ ചെറിയ മിസ്റ്റേക്ക് കൊണ്ടാണ് അത്രയും ക്ലാരിറ്റി ഇല്ലാത്തത്. ആ സ്ക്രീനിൽ ക്യാറ്റിനെയൊക്കെ കാണാം. ശരിക്കും അതൊരു റിയൽ ആയിട്ടുള്ളൊരു ഫീൽ തരും. റിയൽ ആയിട്ട് ആ ക്യാറ്റ് അവിടുന്ന് ഇറങ്ങി വരുന്ന പോലെയൊക്കെ തോന്നും. നേരിട്ട് കാണാനായിട്ട് നല്ല ഒരു സ്പെഷ്യൽ എഫക്റ്റ് തരുന്ന ഒന്ന് തന്നെയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. അവിടെ അടുത്ത് തന്നെ ഞങ്ങളന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ഒരുമിച്ച് കഴിക്കാനായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് അങ്ങനെ നടന്ന് ഒരു ചെറിയൊരു റാമൻ എന്ന് പറയുന്ന അവിടുത്തെ ഒരു സ്പെഷ്യൽ നൂഡിൽസ് സൂപ്പ് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു നൂഡിൽസാണ്. അപ്പോൾ അത് ഞങ്ങൾ കഴിക്കാനായിട്ട് അതിൻ്റെ ഓതൻറ്റിക് ആയിട്ടുള്ള ഒരു ഷോപ്പിൽ തന്നെ, ഒരു ഹോട്ടലിൽ തന്നെ കയറി അങ്ങനെ അവിടെ ഞങ്ങൾ കഴിച്ചു. നല്ല ടേസ്റ്റി ആയിരുന്നു. ഞങ്ങൾ ജപ്പാനിൽ പോയിട്ട് ആദ്യമായിട്ട് ഫ്രൈഡ് റൈസും ട്രൈ ചെയ്തത് ആ ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു. ഞങ്ങൾ അതിൻ്റെ ഫോട്ടോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല, ഞങ്ങൾ ഓർത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേനും കുറച്ച് മഴയുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടുന്ന് ഒരു ഓട്ടോ ആയിരുന്നു പിന്നീട് ബസ്സിൽ കയറാനായിട്ട്. അങ്ങനെ ഷിൻജുക്കുവിൽ ചെറിയ ഒരു ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളങ്ങനെ അടുത്ത മൗണ്ട് ഫുജിയിലോട്ട് തന്നെ യാത്ര പുറപ്പെടാനായിട്ട് ഇറങ്ങി.
അങ്ങനെ ഞങ്ങൾ ഷിൻജുക്കു ബസ് സ്റ്റേഷനിൽ ഒന്നും കൂടെ വന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ ബസ് കയറി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കവാഗുച്ചിക്കു എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് തന്നെ പല ഏരിയയിൽ കൂടെ നമുക്ക് മൗണ്ട് ഫുജി കാണാനായിട്ട് പറ്റും. ഞങ്ങൾ പോകുന്ന വഴിക്ക് ആ ബസ്സിൽ ഇരുന്നെടുത്ത ചില ഫോട്ടോസാണ്. നല്ല വ്യൂ ആയിരുന്നു. ഇടയ്ക്ക് ഇറങ്ങണം എന്നൊക്കെ തോന്നുന്ന രീതിയിൽ നല്ല ഒരു വ്യൂ ഉണ്ടായിരുന്നു. പോകുമ്പം നല്ല എൻജോയ് ചെയ്തു ആ യാത്ര. അത് ഏകദേശം ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ നേരം യാത്രയുണ്ടായിരുന്നു. ഇടയിൽ ചില സ്റ്റോപ്സിൽ ചില ആൾക്കാർ ഇറങ്ങും. ഓരോരുത്തരുടെയും അവർ എവിടെയാണോ കാണാൻ ഉദ്ദേശിക്കുന്നത് അവിടെ അനുസരിച്ച് അങ്ങനെ ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചു കവാഗുച്ചിക്കു ലേക്കിൽ തന്നെ പോയി കാണാമെന്ന്. പല ഏരിയകളും ഉണ്ട് കാണാനായിട്ട്. അവിടെ കുറേ വയലൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരാളോട് ചോദിച്ചപ്പം പറഞ്ഞത് ജാപ്പനീസിൻ്റെ അവരുടെ റൈസ് അതിൻ്റെ വയലാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടർന്നു. നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം മാത്രമല്ല കേട്ടോ, യമനാഷി, തനുക്കി അങ്ങനെയുള്ള പല ലേക്കുകളിലും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ പോകുമ്പം നമുക്ക് മൗണ്ട് ഫുജി ഏത് സമയത്താണ്, നമുക്ക് എവിടെ ഏത് ലേക്കിൽ കാണാൻ പറ്റും എന്നൊക്കെ അറിയാൻ പറ്റുന്ന ആപ്പൊക്കെ ഉണ്ട്. വെതറിൻ്റെ മൗണ്ട് ഫുജിക്ക് വേണ്ടി മാത്രം. അതൊക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് പോവാം. ഞങ്ങൾ പോയപ്പം പ്രതീക്ഷയില്ലായിരുന്നു, ചെറിയ രീതിയിൽ ക്ലൗഡ് ഉണ്ടായിരുന്നു. എന്തായാലും ഒരു ഏരിയയിൽ കേബിൾ കാർ വഴി നമുക്ക് പോകാമായിരുന്നു. അപ്പം ഞങ്ങൾ അതൊന്ന് ട്രൈ ചെയ്തു. അങ്ങനെ കേബിൾ കാർ വഴി ഇത് ഇച്ചിരി വലുതാണ്. അങ്ങനെ അതിൽ ഞങ്ങളും യാത്രയായി. പക്ഷേ ആ കേബിൾ കാർ പോകുന്ന വഴിയുടെ ആ ഒരു സൈഡ് കവാഗുച്ചിക്കു ലേക്കും ഒരു സൈഡ് മൗണ്ട് ഫുജിയുടെ ഒരു ഏരിയ ആണ്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് വരുന്നത്. പക്ഷെ അതിൻ്റെ ഒരു വ്യൂ പറയാനായിട്ട് പറ്റില്ല, അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളായിരുന്നു. ഞങ്ങൾ അത്രയും എക്സൈറ്റഡ് ആണ്. കാണാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൂടെ നമുക്ക് എത്രമാത്രം ആ മൗണ്ട് ഫുജി കാണാൻ പറ്റും, ക്ലൗഡി ആയിട്ടിരിക്കുമോ എന്നൊന്നും ഉറപ്പില്ല. ഞങ്ങൾ രണ്ടും കൽപ്പിച്ചാണ് പോയിരിക്കുന്നത്. എന്തായാലും അവിടെ എത്തിയിട്ട് നോക്കാം എങ്ങനെ ഇരിക്കും, നമുക്ക് കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന്. മേലിലെത്തി. ഇതാണ് അതിൻ്റെ ഒരു സൈഡ് ഓഫ് വ്യൂ. ഇനി നമ്മൾ കാണാൻ വന്ന ആള് ഇവിടെ തന്നെ ഉണ്ട്. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ചെറിയ പൊടി മഴയുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ടൈമിൽ അത് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഞങ്ങൾ എങ്ങനെ കണ്ടു മൗണ്ട് ഫുജി. എന്തൊരു സന്തോഷം എന്നറിയില്ല. ഒത്തിരി ഹാപ്പി ആയിരുന്നു അത് കണ്ട നിമിഷത്തിൽ. കാരണം അത് ഫുള്ളായിട്ട് ക്ലൗഡൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. പൊതുവേ മൗണ്ട് ഫുജിയുടെ ഫോട്ടോയിൽ മഞ്ഞൊക്കെ കുറച്ച് ഒരു ക്യാപ്പ് പോലെ ഉണ്ടായിരിക്കും. അങ്ങനത്തെ ഫോട്ടോസാണ്. ഞങ്ങൾ പോയിരിക്കുന്ന ഒക്ടോബർ സമയത്ത് മഞ്ഞൊന്നും അധികം ആയിട്ടില്ല. ചെറുതായിട്ട് മാറി വരുന്നേ ഉള്ളൂ വെതർ. അങ്ങനെ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ കിട്ടി. ഞങ്ങൾ എന്തായാലും ഒത്തിരി ഹാപ്പിയായി മൗണ്ട് ഫുജി കാണാൻ പറ്റിയതിൽ. ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഏത് ഒരു ലൊക്കേഷനിലോട്ട് ചെക്ക് ചെയ്താലും അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീനറി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ട് കാണാൻ. താങ്ക് യു ഫോർ വാച്ചിങ്.